വ്യാപാര കരാറിൽ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി 40% നിന്ന് 5% കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ് ഇറക്കുമതി പ്രതിസന്ധിയിലാണ്. പാൽ വിപണി അമേരിക്കയ്ക്കായി തുറക്കുന്നതിലും ആശങ്കയുണ്ട്. പി ആർ സുനിൽ ഉണ്ട് നമുക്കൊപ്പം. പി ആർ സുനിൽ, നികുതി യുദ്ധം നമ്മളെയും വെട്ടിലാക്കുന്നു. കർശനമായ നിബന്ധനകളാണ് അമേരിക്ക വയ്ക്കുന്നത്. പാലിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇതെങ്ങോട്ട് പോയി നിൽക്കും? എവിടെ ചെന്ന് അവസാനിക്കും? പി ആർ സുനിൽ. അരുൺ, അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ ഏതായാലും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സംഘം ഇതിനായി വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ നിബന്ധനകളാണ് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിനായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി ഇറക്കുമതി, ഇന്ത്യയിലേക്ക് ഇറക്കുമതി നികുതി 40% നിന്ന് 5% കുറയ്ക്കണം എന്ന അമേരിക്കയുടെ ആവശ്യം തീർച്ചയായും ഇന്ത്യയിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരിക്കും അമേരിക്കയുടെ ഈ ആവശ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, നേരത്തെ ആസിയാൻ കരാറിലൊക്കെ തന്നെ വലിയ എതിർപ്പും വലിയ പ്രതിഷേധവും ഒക്കെ തന്നെ ഇന്ത്യയിൽ കണ്ടതാണ്. ഏതായാലും അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി വലിയ തോതിൽ കുറയ്ക്കണം എന്നത്, അത് 40% നിന്ന് 5% കുറയ്ക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇന്ത്യയിലെ കാർഷിക മേഖലയിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചത്. ഏതായാലും ഇത്തരമൊരു ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ഒരുപക്ഷെ ഈ 40% നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാനുള്ള ഒരു നീക്കം ഉണ്ടായാൽ മാത്രമേ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പാൽ ഉൽപ്പന്നങ്ങളുടെ വിപണി അമേരിക്കയ്ക്കായി തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക. 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടം കർഷകർക്ക് പ്രതിവർഷം ഇങ്ങനെ വിപണി തുറന്നു കൊടുത്താൽ ഉണ്ടാകും എന്നാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതാണ് തീർച്ചയായിട്ടും പി ആർ സുനിൽ, ഇക്കാര്യങ്ങളൊക്കെ സർക്കാർ ഗൗരവപൂർവ്വമായിരിക്കും പരിശോധിക്കുക. വീണ്ടും കർഷക സമരം പോലെ മറ്റൊന്ന് താങ്ങാനുള്ള ശേഷി ഈ സർക്കാരിനില്ല എന്നുള്ളതും സർക്കാർ ബോധ്യമാവും. എന്തായാലും ട്രംപിന്റെ നികുതി നിർദ്ദേശത്തിനും താരിഫ് യുദ്ധത്തിനും വഴങ്ങിക്കൊടുക്കാൻ തൽക്കാലം നമ്മളില്ല എന്ന നിലപാടാണ്. എന്നാലും കാത്തിരുന്ന് കാണാം ഇതെവിടെ പോയി നിൽക്കുമെന്നുള്ളത്.